In the presence of God, ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഞങ്ങൾ ഇവിടെ അനുഭവിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തും അതേ ദൈവ സാന്നിധ്യം നിങ്ങളെ തൊടാൻ പോകുന്നു. എല്ലാ കണ്ണുകളും അടച്ച് വായികൾ തുറന്ന് അല്പസമയം കൂടെ അന്യഭാഷയിൽ. എനിക്കറിയാം ഈ ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ വളരെ പ്രതീക്ഷയോടെ ഇതിനകത്ത് കയറിയവരുണ്ട്. ഞാൻ ഈ ചർച്ചിന് വേണ്ടി, നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞ ഒരു പ്രത്യേക പദം ഇതാണ്: I am selecting and I am separating chosen vessels from this community. ഈ കൂട്ടത്തിൽ നിന്ന് വളരെ സിലക്റ്റഡായ ഒരു കൂട്ടത്തെ കർത്താവ് ഇങ്ങനെ മാറ്റി നിർത്തുകയാണ്. ഞാൻ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. വരുന്ന മണിക്കൂറുകൾ നിങ്ങളത് അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്താണോ കർത്താവിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, വിശ്വസിക്കുക. ഈ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നു. ഈ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഈ സാന്നിധ്യത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു റിവൈവലിന് വേണ്ടിയുള്ള ആയുധമാണെങ്കിൽ ആ ആയുധത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുന്നു. അടുത്ത ഉണർവിന് വേണ്ടി കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതേ ദൈവമക്കളെ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വർധനവിന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് നൽകി നിങ്ങളെ മാനിക്കാൻ പോകുന്നു. ഹൗറബനഗബശിയാർത്ഥന ഈ തുടക്ക സമയത്ത് അല്പസമയം ആമേൻ ആരാധിക്കാൻ സമയം വേർതിരിച്ചാട്ട്. ഔഷധലമനഗബദരഗടഗദലമനഗ ഹാലേ ഹാലേലൂയ 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 ഹാലേ ഹാലേലൂയ 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 യേശുവേ ഹാലേ ഹാലേലൂയ. Come on, lift it up. Hallelujah, 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 hallelujah. അങ്ങേക്കു തുല്യന ആരുമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നു, നീയാണെൻ ദൈവമേ എൻ പിതാവേ. ഹാലേ ഹാലേലൂയ. Come on, എല്ലാ വായികൾ ഹാലേലൂയ aleluya dorozam del mosbi hale haleluya haleluya oh hale haleluya haleluya haleluya. എനിക്കായി കരുതാമൻ നൂരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമൻ നൂരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം തൻ്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം തൻ്റെ ചുമലിൽ. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോൾ,
ഭക്ഷണമായി കാകനെന്റെ അരികിൽ വരും. ഒന്ന് പാടിക്ക വാതർന്ന്. ഭക്ഷണമില്ലാതെ വാടി കുഴഞ്ഞിടുമ്പോ ഭക്ഷണമായി കാകനെന്റെ അരികിൽ വരും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ ഉറവയിൻ തോടെനിക്കു ദാഹം തീർത്തിടും. അപ്പവും ഇറച്ചീവ കരത്തിൽ തരും ജീവ ഉറവയിൻ തോടെനിക്കു ദാഹം തീർത്തിടും. എനിക്കായി കരുതാമൻ നുരച്ചവരെ എനിക്കായി കരുതാമൻ നുരച്ചവരെ എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ചുമത്തുന്നൻ ഭാരമെല്ലാം തൻ്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം തൻ്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം തൻ്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ഒന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം തൻ്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും. ചുമത്തുന്നൻ ഭാരമെല്ലാം തൻ്റെ ചുമലിൽ. എത്ര പേര് ഈ സമയത്ത് ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു? പറ, യേശുപ്പച്ചനോട് പറ, കർത്താവേ, ഈ ലോകത്തിൽ ഞാൻ എന്ത് കരുതിയാലും അതെല്ലാം എനിക്ക് വ്യർത്ഥമാണ്. ബൈബിൾ പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. നമ്മളെത്ര പട്ടണം കാത്താലും നമ്മളെത്ര വീട് പണിഞ്ഞാലും കർത്താവ് നമ്മുടെ കൂടിയില്ലെങ്കിൽ, യേശുവേ ഞങ്ങളുടെ പട്ടണത്തെ അങ്ങ് കാക്കണം, ഞങ്ങളുടെ രാജ്യത്തിന് അങ്ങ് കാവൽ നിർത്തണമേ. സമുദ്രത്തിന് അളവ് നിശ്ചയിച്ച കർത്താവേ, ആകാശ മണ്ഡലങ്ങളെ വിരിച്ച ദൈവമേ, അർദ്ധനം പ്രമാനഘടകം സൈബർധലമനഘടകം ചുടവർത്തൽ കമാനഘടകം ശംധനം റേതൽ പ്രമാണം പ്രാപിക്കുന്ന പകൽ യേശുവിൻ്റെ നാമത്തിൽ നാളുകളായി നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന നിന്റെ ബോണ്ടേജുകൾ, നിന്റെ ലിമിറ്റേഷനുകളെ ഇന്ന് പകലിൽ നീ വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവ് അതിനെ പൊട്ടിച്ചു കളയും. നിന്റെ പരിമിതികളെ നിന്റെ സ്ട്രെങ്ത് ആക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, റൂസ്മാറ്റാൽ മഹോ ശാന്തൽ മന വികല മനഘടകി അർത്ഥനം ലവർത്തനം ജഗാല ഘടകം വൈഡംധനം പ്രൗഢിയാംബരം വേദി ഘടകം വർദ്ധനം ശവനഘടകം. യേശുവിൻ നാമത്തിൽ ആത്മാവിൽ ഞാൻ സെൻസ് ചെയ്യുന്നു, ശുശ്രൂഷയുടെ ഒരു പുതിയ ആത്മമണ്ഡലം നിങ്ങൾക്ക് മീതെ കർത്താവ് തുറന്നു തരികയാണ്. ശുശ്രൂഷയുടെ ഒരു പുതിയ ആത്മമണ്ഡലം, കമ്മ്യൂണിറ്റികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. ക്യാമ്പ് സെന്ററുകൾ ഈ മിനിസ്ട്രിക്ക് വേണ്ടി തുറക്കപ്പെടുന്നെന്ന് കർത്താവിനോട് പറയാൻ പറയുന്നു. ശബനകബദര ഘടകം, യൗവനക്കാരുടെ ഒരു വലിയ കൂട്ടത്തെ കർത്താവ് നിങ്ങൾക്ക് തരും. ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ, ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്യുന്ന ചില പ്രത്യേക വഴികൾ, വഴിത്താരകൾ, കൗൺസിലിങ്ങിന്റെ മേഖലകൾ, ഇറാംസത്തൽ ബനാദി, സ്കൂൾ മിനിസ്ട്രി, കോളേജ് മിനിസ്ട്രി, അങ്ങനത്തെ ചില പ്രത്യേക വഴികൾ കർത്താവ് തുറന്നു തരുന്നു. യേശുവിൻ നാമത്തിൽ ഈ സാന്നിധ്യത്തിൽ അതിനെ പ്രാപിക്കുക.
പ്രാപിക്കുക യേശുവിൻ്റെ നാമത്തിൽ. വെട്ടുക്കിളിയും തുള്ളനും, ഞാൻ അങ്ങനെ കേൾക്കുന്നു, വെട്ടുക്കിളിയും തുള്ളനും തിന്ന് കളഞ്ഞ് ശേഷിപ്പിച്ച സംവത്സരത്തെ യഹോവയായ ദൈവം നിനക്ക് മടക്കി തരും യേശുവിൻ നാമത്തിൽ. ഇതിനകത്ത് ആരുടെയൊക്കെയോ സമയം പിശാച് ഏതൊക്കെയോ മണ്ഡലങ്ങളിൽ കവർന്നു. നിന്റെ സമയത്തെ, നിന്റെ നഷ്ടപ്പെട്ടു പോയ സമയത്തെ മടക്കി തരുന്നൊരു കർത്താവിനെയാണ് നീ ആരാധിക്കുന്നത്. വിശ്വസിക്കുക. നിന്റെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ, നിന്റെ പെൻഡിങ്ങിൽ കിടക്കുന്ന പേപ്പർ വർക്കുകളെ, അടരമന ഘടകം, ചുടവർത്തലം, സൈബർത്തലം, ദേനംദനം, പ്രൗഢിയാംബരം, വേദിഘടകം, വർദ്ധനം, ശമനഘടകം, അൽഖമനഘടകം, ചൂടവൽഖമനഘടക, ശാന്തൽ മഹോസഥേരി യേശുവിൻ നാമത്തിൽ ചലിക്കുന്നു, 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 ചലിക്കുന്നു. പേപ്പറുകൾ ചലിക്കുന്നു. റബനഗബദര ഘടകം, അടബർ ജൽമന ഘടകം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് ഇതിനകത്തുനിന്ന് റാങ്ക് ഹോൾഡേഴ്സിനെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. യൂണിവേഴ്സിറ്റി തലങ്ങളിൽ റാങ്ക് ഹോൾഡേഴ്സിനെ കർത്താവ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. റബനഗബദര ഘടകം. സൊസൈറ്റിയിലെ ഏറ്റവും ഉന്നതന്മാരുമായി കർത്താവ് നിങ്ങളെ കണക്ട് ചെയ്യാൻ പോകുന്നു. ഉടരമന ഘടകം. ഗവൺമെന്റ് ഓഫീഷ്യൽസിനുമായി കർത്താവ് നിങ്ങളെ കണക്ട് ചെയ്യാൻ പോകുന്നു. റുബനഗബദര ഘടകം, അലഗബന ഘടകം, ചുടവർത്തലം, വേദിനം, ജാംദൽ, മഹോസ്ബർധേരി, ആൽമ, റീസ്ബാൻ, ടെലറലമെ, കാണ്ടലറലമെ, കോണ്ടലറമെ, ജ്മാർദൽ, ബോർദൽ, മനഗ, ദ്രുതിമിനിയ, ലെബർദ്വിമിനിയ, ഉർദുബില്ലമന, സ്മൈർദൽ, മനോക്കോ, സിയാൻതെ. യേശുവിൻ്റെ നാമത്തിൽ തലമുറ ബാക്കിലേക്ക് വലിയുന്ന ദുഷ്ടശക്തികളെ ഇന്ന് ശാസിക്കുന്നു. മാതാപിതാക്കളുടെ ഹൃദയം മക്കളുടെ ഹൃദയങ്ങളിലേക്കും, മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും തിരിക്കുന്ന ഒരു സീസൺ ഈ അന്ത്യകാലത്ത് കർത്താവ് സഭയ്ക്ക് വേണ്ടി തുറക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന പദവിയിൽ നിന്ന്, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന അവയവമെന്ന പദവിയിൽ നിന്ന് യേശുവിൻ നാമത്തിൽ ഇല്ലാത്തത് ഉണ്ടായി വരട്ടെ, ഉണ്ടായി വരട്ടെ, ഉണ്ടായി വരട്ടെ. അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി ഒരു വലിയ ദൈവ തേജസ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ് അങ്ങനെ ചെയ്യണമേ, 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 ചെയ്യണമേ. അഭിഷേകത്തിൽ നിറയേണ്ടവർ ഇന്ന് പകലിൽ അഭിഷേകത്തിൽ നിറയണമേ കർത്താവേ. ഈ പരിമിതികളുടെ നടുവിൽ കർത്താവിനോട് അങ്ങനെയൊക്കെ പറയുന്നു. റാം ഝൽ മഹാശത്തൽ ബനാദി. നിനക്ക് കൊതി ഉണ്ടെങ്കിൽ, നിനക്ക് വിശപ്പുണ്ടെങ്കിൽ ഇന്ന് നിന്നെ നിറയ്ക്കും. ഈ നിമിഷം, ഈ സമയത്ത് തന്നെ കർത്താവ് നിന്നെ നിറയ്ക്കും. നിന്റെ വായിക്കകത്ത് പുതിയ പാട്ടുകൾ തരും, നിന്റെ വായിക്കകത്ത് പുതിയ വെളിപ്പാടുകൾ തരും. കൊതി ഉണ്ടെങ്കിൽ ആത്മപൂർണൻ ഭ്രാന്തൻ പ്രവാചകൻ ഭോഷൻ എന്ന വചനം ഈ ചർച്ചിന് മുകളിൽ സംഭവിക്കുകയാണ്. ആ വചനത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, റിലീസ് ചെയ്യുന്നു. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. തികഞ്ഞ ദൈവ സാന്നിധ്യത്തിൽ ഞങ്ങളെ നിർത്തണം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺകൂടാരങ്ങളിൽ പകർന്നു തന്നതിനായി നന്ദി പറയുന്നു. കർത്താവ് ഇതിനകത്ത് യോസഫുമാരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യോസഫുമാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ആമേൻ. ഗിദയോന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ വലിയ കരത്തിൻ്റെ സ്പർശനം ഞങ്ങൾ കൊതിയോടെ, ആവലോടെ അതിനെ സ്വീകരിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഈ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഒരു വലിയ ഭാഗ്യ പദവിയായി ഞാൻ കണക്കാക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദം വളരെ ഓഡിയബിൾ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? ഒരു പ്രാവശ്യം കൊണ്ട് ഒരു തംസ് അപ്പ്. താങ്ക് യു സോ മച്ച്. ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസിനായി സ്തോത്രം. ഈ അപ്പന്മാരുടെ ഹൃദയം ക്യാരി ചെയ്യുന്നവരെ ഈ അന്ത്യകാലത്ത് കണ്ടുകെട്ടാൻ പാടാം. പക്ഷെ അങ്ങനെയുള്ള അപ്പന്മാരെയാണ് കർത്താവ് ഈ തലമുറയിൽ ഉയർത്താൻ പോകുന്നത്. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് സ്നേഹത്തിൻ്റെ അപ്പന്മാരെ കർത്താവ് അന്ത്യകാലത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അങ്ങനെ ഒരപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസിനായി, അദ്ദേഹത്തിൻ്റെ മക്കളെന്ന് തന്നെ ഞാൻ പറയും, അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ കവറിങ്ങിനകത്ത് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങളെ കർത്താവ് ശക്തിയോട് ഉപയോഗിക്കട്ടെ. ഈ തലമുറയിൽ കർത്താവ് നിങ്ങളെ നിലനിർത്തട്ടെ. നിങ്ങളോട് പറയാൻ ചില ദൈവാലോചനകൾ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ വളരെ ആവലോടെ ഈ വചനധ്യാനത്തിന് മുൻപിൽ ശ്രദ്ധിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയോടെ നിൽക്കുന്ന ആരൊക്കെയോ ചിലർ. എന്നാൽ ഞാൻ നിങ്ങളുടെ എക്സ്പെക്റ്റേഷനെ ഒട്ടും കുറയ്ക്കുന്നില്ല.
നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ അത് നിങ്ങളിൽ സംഭവിക്കും കേട്ടോ. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് തന്നെ നിങ്ങളിൽ സംഭവിക്കും. കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു വചനം, അത് ഈ ചർച്ചിലെ യൗവനക്കാരുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ ഏതൊക്കെയോ മേഖലകളിൽ തണുത്തുപോയ ചിലരെ കർത്താവ് എന്നെ ഈ കൂട്ടത്തിനകത്ത് കാണിച്ചു. ആ തണുത്തുപോയവർ ഇന്ന് രാത്രി ചൂട് പിടിച്ചോണം. ഞങ്ങളുടെ ഇവിടെ രാത്രിയാണ്, നിങ്ങളുടെ അവിടെ രാവിലെയാണ്. ഇന്ന് രാവിലെ വചനം കേൾക്കുമ്പോൾ ചൂട് പിടിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ തീ കത്തണം, ഉള്ളം കത്തിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ കത്തുമ്പോൾ നിങ്ങൾ ഇന്ന് വരെ പ്രവചിച്ചിട്ടില്ലാത്തതുപോലെ നിൻ്റെ നാവുകൾ പ്രവചിക്കാൻ തുടങ്ങും. ഇന്ന് വരെ പാടിയിട്ടില്ലാത്തതുപോലെ നിൻ്റെ നാവുകൾ പാടാൻ തുടങ്ങും. അങ്ങനത്തെ മേഖലകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഓപ്പണാക്കി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സമയം ഒട്ടും കളയാതെ കർത്താവ് ഏൽപ്പിച്ച ദൈവാലോചനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം വളരെ സുപരിചിതമായ വേദഭാഗമാണ്. പക്ഷെ അതിൽ നിന്ന് വളരെ ചിന്തനീയമായ ചില ഏടുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം ഞാൻ വായിക്കുന്നു, ശ്രദ്ധിക്കാം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. Blessed are the people those who are poor in their spirit, for theirs is the kingdom of heaven. ഈ വചനമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ ബോധ്യം തന്നത്. ഞാൻ ഈ വചനം മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വചനം ശുശ്രൂഷിച്ചെടുത്തെല്ലാം ഞാൻ കണ്ടൊരു കാഴ്ച, അവിടെ എല്ലാം ഓപ്പണിങ്ങുകൾ ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓപ്പണിങ്ങുകൾ ഞാൻ വിശ്വസിക്കുന്നു ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചർച്ചിന് മീതെ ആത്മമണ്ഡലം അടുത്തൊരു റലത്തിൽ ഓപ്പൺ ആകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ച ദൈവമക്കളെ, യേശു കർത്താവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ നടുവിൽ ഒത്തിരി വെല്ലുവിളികളുടെ നടുവിലാണ് യേശു ശുശ്രൂഷിച്ചത്. തൻ്റെ 30 വർഷത്തെ ജീവിതത്തിനിടയിൽ താൻ കീഴ്പ്പെടേണ്ടതെല്ലാം കീഴ്പ്പെട്ട് താൻ പോകേണ്ട എല്ലാ മേഖലകളിലും പോയി ഒരു നല്ല തികഞ്ഞ ദൈവമനുഷ്യൻ എന്ന നിലയിൽ ജീവിച്ച്, തികഞ്ഞ ദൈവമനുഷ്യൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി ഈ ഭൂമിയിൽ തന്നെ ഏൽപ്പിച്ച മിഷൻ അക്കംപ്ലിഷ് ചെയ്ത നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ യേശു കർത്താവ് 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ യേശു കർത്താവിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഒന്നിനും എടുത്തു ചാടിയില്ല. എപ്പോഴും പിതാവിൻ്റെ ശബ്ദത്തിന് കീഴ്പ്പെടുന്നൊരു സ്വഭാവം യേശു കർത്താവിനുണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ എൻഡ് ടൈം റിവൈവലിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ള പാത്രങ്ങളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവരൊന്നും സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നവരാകരുത്, അവരെല്ലാം കർത്താവിൽ നിന്ന് കേട്ട് ചെയ്യുന്നവരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു പദം പറയുന്നുണ്ട്, നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. ആ പദം ഇങ്ങനെയാണ്: ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്തെന്നാൽ എന്ന് പറഞ്ഞാൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ശുശ്രൂഷകൾ അന്ത്യകാലത്ത് ഇനി വർദ്ധിക്കാൻ പോകുന്നു. ഒരു ആമേൻ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാമോ? അന്ത്യകാലത്ത് കർത്താവിൽ നിന്നും പ്രാപിച്ച് ജനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആഴമേറിയ വളരെ ഡെപ്തായ സെൻസിറ്റിവിറ്റിയിൽ പരിശുദ്ധാത്മാവിൻ്റെ സെൻസിറ്റിവിറ്റിക്ക് അനുസരിച്ച് മൂവ് ചെയ്യുന്ന ശുശ്രൂഷകൾ വർദ്ധിച്ചു വരാൻ പോകുന്നു. അപ്പോൾ ശ്രദ്ധിച്ച ദൈവമക്കളെ, 3.5 വർഷത്തെ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആദ്യം യേശു കർത്താവ് തൻ്റെ ടൈം ആയെന്ന് മനസ്സിലായപ്പോൾ, തൻ്റെ റൈറ്റ് ടൈം ആയെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശു കർത്താവ് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. കീഴ്പ്പെടേണ്ട സ്ഥാനത്ത് കീഴ്പ്പെട്ടു. യോഹന്നാൻ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായൊരു കാര്യമാണ്. യോഹന്നാൻ സ്നാപകൻ എന്ന ദൈവമനുഷ്യൻ്റെ കീഴിൽ യേശു കർത്താവ് സ്നാനപ്പെടുകയാണ്. യേശു കർത്താവ് യോർദാൻ്റെ കടവിൽ നിന്ന് സ്നാനപ്പെട്ട് കടം കയറിയ ഉടനെ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യേശു കർത്താവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഒരു ഭയങ്കര ഫാസ്റ്റിങ്ങിന് ശേഷം യേശു കർത്താവ് പുറത്തു വരികയാണ്. യേശു കർത്താവ് പുറത്തു വന്നതിന് ശേഷം യേശു കർത്താവിൻ്റെ ആദ്യത്തെ പബ്ലിക് മിനിസ്ട്രിയിലെ ആദ്യത്തെ സർമണാണ് ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിച്ചത്. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: യേശു മലമുകളിൽ കയറി തിരുവായി മൊഴിഞ്ഞ് അവരോട് പറഞ്ഞത് എന്തെന്നാൽ, യേശു കർത്താവിൻ്റെ പ്രസംഗത്തിലെ ആദ്യത്തെ വചനം യേശു കർത്താവ് ആദ്യം പ്രസംഗിച്ചത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, യേശു കർത്താവ് ആദ്യം പ്രസംഗിച്ചത് നിങ്ങൾ ചർച്ചിൽ വരുമ്പോൾ സ്യൂട്ടും കോട്ടും ഇട്ടുകൊണ്ട് വരണമെന്നല്ല യേശു കർത്താവ് പ്രസംഗിച്ചത്. യേശു കർത്താവ് പ്രസംഗിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സമയം നോക്കിക്കൊണ്ട് വേണം, വാച്ചിൻ്റെ സമയം നോക്കിക്കൊണ്ട് വേണം സഭയിൽ ഇരിക്കാൻ എന്നല്ല യേശു കർത്താവ് ആദ്യം പ്രസംഗിച്ചത്. യേശു കർത്താവ് ഇന്ന കാറും കൊണ്ട് വേണം
വരണം, നിങ്ങൾ സഭയിൽ വരണം എന്നല്ല യേശു കർത്താവ് പ്രസംഗിച്ചത്. കമ്മിറ്റി മെമ്പർഷിപ്പ് ആദ്യം എടുക്കണം, മെമ്പർഷിപ്പിന് പ്രാധാന്യം കൊടുക്കണമെന്നല്ല യേശു കർത്താവ് ആദ്യം പ്രസംഗിച്ചത്. യേശു കർത്താവ് ആദ്യം പ്രസംഗിച്ച, അല്ലെങ്കിൽ യേശു കർത്താവ് തിരുവായി മൊഴിഞ്ഞ് ആദ്യത്തെ ഗിരിപ്രഭാഷണത്തിൽ അല്ലെങ്കിൽ പബ്ലിക് മിനിസ്ട്രിയിൽ ജനങ്ങളിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ നോക്കി യേശു റിലീസ് ചെയ്ത വചനം ഇതാണ്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. സ്വർഗത്തിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നവരാണ് എല്ലാവരും. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ കീ വിശുദ്ധ ജീവിതമാണ്, അഭിഷേകമാണ്. അതിൻ്റെ എല്ലാം ബേസ് ഉണ്ടാകുന്നത് വിശുദ്ധ ജീവിതത്തിൽ നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അഭിഷേകത്തിൽ നിങ്ങളെ നിലനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ആത്മാവിലുള്ള ദാഹമാണ് നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, റബനകപദര ഘടകം, ആത്മാവിൽ ദാരിദ്ര്യം കുറഞ്ഞ് ആത്മാവിൻ്റെ ദാഹം നഷ്ടപ്പെട്ട ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ബൈബിൾ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ പാടി ആരാധിക്കാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ എനിക്ക് ഉത്സാഹത്തിൽ കർത്താവിനെ സേവിക്കാൻ പറ്റുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ആത്മാവിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുന്നവരായി ഈ തലമുറയിൽ കർത്താവ് ചിലരെ അന്വേഷിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മടുപ്പിൻ്റെ ആത്മാവിനെ ശാസിക്കുന്നു, എല്ലാ നെഗറ്റീവ് ഇൻഫ്ലുവൻസുകളെ ശാസിക്കുന്നു. പണ്ടത്തേതിലും അധികം നീ വചനം വായിക്കും, പണ്ടത്തേതിലും അധികം നീ പ്രാർത്ഥിക്കും, പണ്ടത്തേതിലും അധികം അഭിഷേകത്തിൻ്റെ നിലനിൽപ്പിൽ നീ നിലനിൽക്കും. അടരമന ഘടകം ജുഡബർത്തൽ കനാടകർത്തുരം, പണ്ടത്തേതിലും അധികം പ്രവചിക്കുന്ന, പണ്ടത്തേതിലും അധികം വെളിപ്പാടിൽ സഞ്ചരിക്കുന്ന ഒരു തലമുറയെ ആത്മാവിൽ ദാഹമുള്ള, ഞാൻ പറയാറുണ്ട്, അന്ത്യകാലത്തെ സഭയുടെ പ്രത്യേകത, അന്ത്യകാലത്തെ സഭ കൊതിയന്മാരുടെ സഭയാണ്. അന്ത്യകാലത്തെ സഭ ആത്മാവിൽ ജീവിക്കുന്ന കൊതിയന്മാരുടെ സഭയാണ്. എത്ര പ്രവചിച്ചാലും, ആത്മാക്കളെ എത്ര സ്നാനപ്പെടുത്തിയാലും, ആത്മാക്കൾക്ക് വേണ്ടി എത്ര കരഞ്ഞാലും കൊതി തീരാത്ത കൊതിയന്മാരുടെ സഭയാണ് അന്ത്യകാലത്തെ സഭ. അത് ഞാനാകട്ടെ, എൻ്റെ കുഞ്ഞാകട്ടെ, എൻ്റെ സഭാംഗങ്ങളാകട്ടെ എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് വചനത്തെ സ്വീകരിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ കൊതി തീരുന്നിടം വരെ അടരാധലകമനഘടകം ജുഡവർത്തലം മനാരകർത്തരം ഗോസ്പൽ ഷെയർ ചെയ്യുന്ന ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഈ ചർച്ചിൽ നിന്ന് റമനഘടക ദുരവർത്തലം, ഈ ചർച്ചിന്റെ പേരിൽ തന്നെ ട്രാക്റ്റുകൾ പുറത്തു വരാൻ പോകുന്നു, പുസ്തകങ്ങൾ, പാട്ടുപുസ്തകങ്ങൾ പുറത്തു വരാൻ പോകുന്നു. റമനകപദര ഘടകം ജുഡവർത്തലം വേദനം വടക ലമനഘടകം അർത്തുരം രാധലം ശേല കമനഘടക ചൊസി അർക്കബലബലബ ശാലബര ഘടകം അനേകർക്ക് ആശ്വാസമായി വെളിപ്പെടുന്നത് പോലെ എല്ലാ ദിവസവും രാവിലെ മെഡിറ്റേഷൻ പോലുള്ള ചില ക്രമീകരണങ്ങൾ ചർച്ചിന് വേണ്ടി തുറക്കപ്പെടുന്നല്ലോ. റമനകപദര ഘടകം എത്ര 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 ആരാധിച്ചാലും കൊതി തീരാത്തൊരു തലമുറ. എത്ര മുട്ടുമേലിരുന്ന് ആരാധിച്ചാലും നിർത്താൻ പറ്റാത്തതുപോലെ കൊതിയന്മാരുടെ ഒരു കൂട്ടത്തെ കർത്താവ് ഇതിൽ എഴുന്നേൽപ്പിക്കുകയാണ്. ആത്മാവിൽ ദാരിദ്ര്യമുള്ള ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അപ്പോൾ ശ്രദ്ധിച്ചേ ദൈവമക്കളെ, ഈ ലോകത്തിലെ എല്ലാ നേതാക്കന്മാർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ലോകത്തിലെ എല്ലാ നേതാക്കന്മാർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. ലോകത്തിലെ എല്ലാ പ്രസിഡന്റുമാർക്ക്, പ്രൈം മിനിസ്റ്റർമാർക്ക് എല്ലാവർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. അവരുടെ എല്ലാ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഒരു പ്രസിഡന്റ് സ്ഥാനമേറ്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റർ തൻ്റെ സ്ഥാനത്തിലേക്ക് ആ പൊസിഷനെ സ്വീകരിച്ച് കഴിയുമ്പോൾ, ആ പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ ആ പ്രൈം മിനിസ്റ്ററിൻ്റെ ആദ്യത്തെ പ്രസംഗം അല്ലെങ്കിൽ ആദ്യത്തെ സ്പീച്ച് വളരെ ലോകം മുഴുവൻ വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കും. ഇതുപോലെ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ആദ്യത്തെ വാചകം ഇതായിരുന്നു: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആത്മാവിൽ മടുത്തു പോകല്ലേ, ആത്മാവിൽ മടുത്തു പോകല്ലേ, ആത്മാവിൽ ദാരിദ്ര്യം വേണേ. അങ്ങനെ ദാരിദ്ര്യമുള്ള ഒരു തലമുറ ഉണ്ടെങ്കിൽ, ആരാധിച്ചു കൊതി തീരാത്തൊരു തലമുറ ഉണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞ് പബ്ബിൽ പോകത്തില്ല, നിന്റെ കുഞ്ഞ് ക്ലബിൽ പോകത്തില്ല. ശമനഘടകം ജുഡാരകർത്തുരം വേദനം വർത്തനം വടക ദലമനഘടക, നിന്റെ കുഞ്ഞ് പാട്ടുകൾ പാടുന്നവനാകും. നിന്റെ കുഞ്ഞ് ആരാധന കൊതിയനായ ശമുവേലായിരിക്കും. നിന്റെ കുഞ്ഞ് അടരാ ദലകമനഘടകം ജുഡവർത്തലം വേദിഘടകം അർത്ഥനം എന്റർടൈൻമെന്റുകളെ നോക്കി പോകത്തില്ല. ആരാധിച്ച് കൊതി തീരാത്ത സ്നാനക്കടവിൽ സ്നാനക്കടവിൽ സ്നാനപ്പെടുത്തി കൊതി തീരുന്നത് പോലെ അങ്ങനെയുള്ള ചില ക്രമീകരണങ്ങളിലേക്ക് ദൈവസഭ മാറ്റപ്പെടുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്.
കൊതിയന്മാരുടെ സഭയാണ് അന്ത്യകാലത്തിലെ സഭ. കൊതിയന്മാരുടെ സഭ എല്ലാത്തിനും അങ്ങ് കൊതിയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. അദ്ദേഹത്തിൻ്റെ പേരാണ് പത്രോസ്. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ കാര്യമാണ്. പത്രോസ് ഭയങ്കര എടുത്തുചാട്ടക്കാരനാണ്. എന്തെങ്കിലും കേട്ടാൽ മതി അദ്ദേഹത്തിന് ഉടനെ അത് അനുഭവിക്കണം. വെള്ളത്തിൻ്റെ മണ്ടയിൽ കൂടെ യേശു നടക്കുന്ന കണ്ട അദ്ദേഹത്തിന് നടക്കണം. പെട്ടെന്ന് അങ്ങ് ആഗ്രഹമാണ്. ഇതിനകത്ത് ആരൊക്കെയോ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ പാസ്റ്ററെ. അങ്ങ് ആഗ്രഹമാണ് പ്രസംഗിക്കണം, പാടണം, പ്രാർത്ഥിക്കണം, പ്രവചിക്കണം, കൃപാവരങ്ങൾ ഉപയോഗിക്കണം. ഇങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിന്നെ പിടിച്ചു കെട്ടാൻ ഉലകത്തിൽ ഒരുത്തിന് കഴിയത്തില്ല. നിന്നെ പിടിച്ചു കെട്ടാൻ ലോകത്തിൽ ഒരാൾക്ക് കഴിയത്തില്ല. ആമേൻ. ഇങ്ങനെ ചിലരുണ്ട് ഇങ്ങനെ ചർച്ചിൻ്റെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കും. രാവിലെ എഴുന്നേക്കും, ഇങ്ങനെ ചർച്ച എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്തുണ്ടോ? 100% ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ എഴുതി വെച്ചോ, നിന്നെയാ അന്ത്യകാലത്തിന് കർത്താവിന് ആവശ്യം. ആവേശം കാണിക്കുന്ന നിന്നെയാ, കൊതി കാണിക്കുന്ന നിന്നെയാ അന്ത്യകാലത്ത് കർത്താവ് ഉപയോഗിക്കാൻ പോന്നെ. നിനക്ക് ഇരിക്കാൻ പറ്റാത്ത പോലെ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. നിന്നെ ഓടി തീർക്കാൻ പറ്റാത്ത പോലെ പട്ടണങ്ങളുടെ വാതിൽ നിനക്ക് വേണ്ടി കർത്താവ് തുറന്നു തരും. കാരണം ഈ കൊതി അകത്ത് കിടക്കുകയല്ലേ. ഒറ്റ കൊതിയുള്ളൂ, കർത്താവേ എനിക്ക് പോകണം, എനിക്ക് പോകണം കർത്താവേ, എനിക്ക് ആത്മാക്കളെ നേടണം കർത്താവേ, എനിക്ക് സ്നാനപ്പെടുത്തണം കർത്താവേ. ഈ കൊതി ഇങ്ങനെ അകത്ത് കിടക്കുകയല്ലേ. ഈ കൊതിയന്മാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ ഇത് ചിലപ്പോൾ നമ്മുടെ ഉറക്കത്തെ പോലും കളയും. ഈ കൊതി ഇല്ലാത്തവരാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആത്മീയ ജീവിതത്തിൽ എപ്പോഴും മടുപ്പ് വരുന്നത് എന്നാണെന്നറിയാമോ? ആത്മീയ ജീവിതത്തിൽ മടുപ്പ് വരാനുള്ള പ്രത്യേക കാരണം, ഒരു പ്രധാനപ്പെട്ട റീസൺ എന്നാന്ന് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് നമ്മുടെ ദാഹം നിന്നു പോകും. നമ്മുടെ ദാഹം എവിടാണോ നിന്നു പോകുന്നത് അവിടെ മൂവ് ഉണ്ടാകത്തില്ല. എല്ലാ ചർച്ചുകളും തുടങ്ങുന്നത് ഭയങ്കര ആവേശത്തിലാണ്. എല്ലാ ഗ്രൂപ്പുകളും, എല്ലാ മൂവുകളും, എല്ലാ ശുശ്രൂഷകളും തുടങ്ങുന്നത് ഭയങ്കര ആവേശത്തിലാണ് അവർ തുടങ്ങുന്നത്. പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അവരുടെ ദാഹം എവിടൊക്കെയോ കുറഞ്ഞു പോകുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നു. ഈ കോവിഡ് സീസണിൽ കർത്താവ് നമ്മളെ ദൂരെ ആക്കിയിരിക്കുന്നെങ്കിലും, നമ്മൾ ശരീരം കൊണ്ട് ദൂരസ്ഥരാണെങ്കിലും ആത്മാവ് കൊണ്ട് സമീപസ്ഥനായ ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വിശ്വസിച്ചാൽ, അങ്ങ് ദാഹിച്ചാൽ, അങ്ങ് ദാഹത്തോടെ നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് ദൈവം കൃപാവരം തരും, നിങ്ങൾക്ക് ദൈവം ആത്മാക്കളെ തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. 1-2 കാര്യങ്ങൾ കർത്താവ് ഈ വചനവുമായി ബന്ധപ്പെടുത്തി ഓർമ്മപ്പെടുത്തി 1-2 കാര്യങ്ങൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. നിങ്ങൾക്കറിയാമോ ദൈവമക്കളെ, ഈ തലമുറയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ, എനിക്ക് വളരെ വേദനാജനകമായി തോന്നിയൊരു കാര്യമുണ്ട്. വേദനാജനകം എന്ന് പറഞ്ഞാൽ, പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ടെക്നോളജി എന്ന് പറഞ്ഞാൽ, പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥവും കൂടെ ഉണ്ട്. പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ മ്യൂസിക്, പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ മൈക്രോഫോൺ. ഞാൻ അതിനൊന്നും എതിര് പറയുന്നതല്ല, ഞാനും അത് ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ ഈ ആത്മസാന്നിധ്യത്തിലേക്ക് നമ്മളെ നടത്താൻ ആത്മസാന്നിധ്യത്തിലേക്ക് നടത്താൻ കീബോർഡ് വേണമെന്നില്ല. ആത്മസാന്നിധ്യത്തിലേക്ക് നമ്മളെ നടത്താൻ ഒരു ചർച്ചിൻ്റെ അറ്റ്മോസ്ഫിയർ വേണമെന്നില്ല. ആത്മസാന്നിധ്യത്തിലേക്ക് നമ്മളെ നടത്താൻ ദാഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആത്മസാന്നിധ്യത്തിലേക്ക് നടത്തപ്പെടും. ദാഹം വേണം, എപ്പോഴും ഒരു ദാഹം വേണം. നിങ്ങൾക്ക് ദാഹം ഇല്ലാത്തടത്തോളം കാലം പാസ്റ്റർ എത്ര നിങ്ങൾ പാട്, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രവചിക്കുക, നിങ്ങൾ ബൈബിൾ വായിക്കുക, നിങ്ങൾ ബൈബിൾ ക്ലാസ്സിന് പോ എന്ന് എത്ര പറഞ്ഞാലും നിങ്ങൾക്കതിനകത്ത് ഇഫക്റ്റീവായി കയറി വരാൻ കഴിയത്തില്ല. പക്ഷെ ദാഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കും, മണിക്കൂറുകൾ ഇരിക്കും. ആ സാന്നിധ്യത്തിനോട് കണക്റ്റ് ആകുന്നിടം വരെ നിങ്ങൾ ഇരിക്കും. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അവൻ എത്രയധികം കൊടുക്കും. ഇന്ന് എത്ര പേര് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ മറ്റെന്തിനെക്കാട്ടിലും എനിക്ക് നിന്നെ വേണം കർത്താവേ. എത്ര പേര് ഇപ്പം ഈ സെക്കൻഡിൽ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് കർത്താവ് തരാൻ വിശ്വസ്തനാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ബൈബിൾ പറയുന്നു, ദാഹിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിലത്ത് നീരുറവുകളും പകരുന്നവൻ. ദാഹിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിലത്ത് നീരുറവുകളും പകരുന്നവൻ. അടുത്ത വചനം, നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അപ്പൊ ശ്രദ്ധിച്ചേ, ദാഹിക്കുന്നിടത്ത് വെള്ളം, വരണ്ട നിലത്ത് നീരുറവ. അടുത്ത പദം ഇതാണ്, നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ആ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവും. യെശയ്യാവ് 40
3-4 വചനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ദാഹിക്കുന്നവർക്കേ പരിശുദ്ധാത്മാവിനെ കിട്ടത്തുള്ളൂ, ദാഹിക്കുന്നവർക്കേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ദാവീദ് പറഞ്ഞു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാക്ഷിക്കുന്നു. ഇന്ന് രാത്രി, ഇന്ന് പകലിൽ അടരാധലമനഘടകം ഏത് രാജ്യത്തിരുന്ന് നീ കേൾക്കുന്നോ, നിന്റെ ആഗ്രഹത്തിനൊത്ത് നിന്നെ നിറയ്ക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. അടരാധലമനഘടകം. യേശുവിൻ നാമത്തിൽ കർത്താവേ, വെളിപ്പാടുകൾ കൊണ്ട് ഈ ജനം നിറയട്ടെ. കർത്താവേ, ഞങ്ങളുടെ സന്തതിമേൽ ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെടട്ടെ. ഞങ്ങളുടെ സന്തതികളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവെന്ന ദാനം ഞങ്ങളുടെ സന്തതികളുടെ മേൽ വെളിപ്പെടട്ടെ. അതിനൊരൊറ്റ കാര്യം മതി, ദാഹിച്ചാൽ 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 നിങ്ങളെ നിറയ്ക്കാൻ ഇന്നും പരിശുദ്ധാത്മാവ് റെഡിയാണ്, റെഡിയാണ്, റെഡിയാണ്. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ തന്നോട് യാചിക്കുന്നവരേക്ക് പരിശുദ്ധാത്മാവ് എത്ര അധികം കൊടുക്കും, പരിശുദ്ധാത്മാവ് എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം. അടുത്ത പദം, ആ സെന്റൻസിന്റെ തൊട്ട് താഴത്തെ സെന്റൻസ് ഇതാണ്, നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെയും. അടുത്തത്, നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെ പകരും എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്കൊരു ഭയങ്കര കീയാണ് കൈമാറുന്നത്. പല ആൾക്കാരും തെറ്റിദ്ധാരണയോടെ ജീവിക്കുന്നവരുണ്ട്. ഇന്ന് പകലിൽ ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ തെറ്റിദ്ധാരണകൾ മാറട്ടെ. നിന്റെ സന്താനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കീ എന്താണെന്നറിയാമോ? നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അല്ല, നിങ്ങളുടെ പിതൃ സ്വത്തല്ല, അടരാധലമന ഘടകം, നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത യാതൊന്നുമല്ല, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എഴുതി കൊടുക്കുന്ന വസ്തുവകകളല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിച്ച് അവർ നേടുന്ന പരിശുദ്ധാത്മാവാണ് എല്ലാ അനുഗ്രഹത്തിൻ്റെയും മൂലധനം. അവരുടെ എല്ലാത്തിൻ്റെയും ബേസ്മെന്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെയും, അടുത്തത് നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. എല്ലാ അനുഗ്രഹത്തിൻ്റെയും ബേസ്, എല്ലാ അനുഗ്രഹത്തിൻ്റെയും കോർ റീസൺ പരിശുദ്ധാത്മാവാണ്. യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, അധികമായി പ്രാപിക്കുക. ജുഡവൽ കമനഘടക വേദി ഘടകം അർത്ഥൽ പ്രഭൗ സ്മാർത്തൽ മനാദിയാലകന ഘടകച്ചി. അധികമായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, അധികമായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിലുള്ള ഒരേ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ദാഹം വേണം. ദാഹം ഇല്ലാത്തിടത്തോളം കാലം ഞാൻ ധാരാളം ആളുകളെ കാണാറുണ്ട്, ധാരാളം ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, ബ്രദറെ എനിക്ക് അഭിഷേകം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഞാൻ പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊതിയുണ്ടോ നിങ്ങൾക്ക്? സത്യമായിട്ട് പരിശുദ്ധാത്മാവ് കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള ചിന്തയല്ല, എനിക്കിത് വേണം, ആത്മാർത്ഥമായിട്ട് എനിക്കിത് വേണം. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൊതി തീരുന്നിടം വരെ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ വിശ്വസ്തനാണ്. നിങ്ങളുടെ കൊതി തീരുന്നിടം വരെ നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ വിശ്വസ്തനാണ്. എനിക്കറിയത്തില്ല, ഒരു പാട്ട് പെട്ടെന്ന് കർത്താവ് ഒരു സോങ് ഇങ്ങനെ വരും, ഓ റബനഗബദല ഗടഗദല മനഗടഗദല വരവരവ ശാംദൽ കമനഗടഗദല ഗടഗ. ഓ ഇതുപോരായേ നിൻ സാമീപ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇതുപോരായേ നിൻ സാമീപ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ. ഹല്ലേലൂയ, താങ്ക് യു സോ മച്ച്. ഇതിനകത്ത് നല്ലതായിട്ട് ഈ മീഡിയ കൈകാര്യം ചെയ്യുന്ന സഹോദരന്മാർക്കായിട്ട് സ്തോത്രം. നിങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കട്ടെ.
ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഡിലിജൻസിനായിട്ട് ഒത്തിരി നന്ദി പറയുന്നു. കർത്താവ് അങ്ങനെയുള്ള കൂട്ടിന് അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് തരുന്നത് ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ബ്രദേഴ്സ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടെ പരിചയപ്പെടുത്തി അതിനകത്ത് കർത്താവ് തന്നൊരു വെളിപ്പാട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനുള്ള സമയം കൂടെ ഉള്ളൂ. ആമേൻ, സ്തോത്രം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ എന്നെ കൊണ്ടുപോയത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാമത്തെ അധ്യായം. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിനകത്തെ കോണ്ടെക്സ്റ്റ് ഇതാണ്. വളരെ സുപരിചിതമായൊരു കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് മിദ്യാന്യരെ പിടിച്ചടക്കാനായി ഗിദെയോനെ കർത്താവ് ഉപയോഗിക്കുന്നു. ഗിദെയോൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനെ, ആമേൻ, ഞാൻ അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ, വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ പരാക്രമശാലിയായ ഗിദെയോനെ കർത്താവ് ഒരു റിവൈവലിന് വേണ്ടി ദേശാധിപ ശക്തിയെ പിടിച്ചടക്കാൻ ദൈവം ഉപയോഗിക്കുന്നു. ഈ എപ്പോഴും ഓർത്തോണം, ഇതൊരു ഭയങ്കര കീയാണ്. ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒരു റിവൈവലിൻ്റെ കീയാണ്. ഒരിക്കലും ചിന്തിക്കരുത് ആളിൻ്റെ കൗണ്ടിലാണ് റിവൈവൽ നടക്കുന്നത്. നോ നോ നോ. ആളിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ഒരാളുടെ പ്രാർത്ഥനയായിരിക്കും ഒരു ദേശത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുന്നത്. Come on, somebody say hallelujah in the name of Jesus. ചിലപ്പം ഒരാളുടെ പ്രാർത്ഥനയായിരിക്കും നിന്റെ ഒരാളുടെ ആരാധനയായിരിക്കും നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന, നാളുകളായി വർഷങ്ങളായി വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ പിടിച്ചു കുലുക്കുന്നത് നിന്റെ ഒരാളുടെ ആരാധനയായിരിക്കും. എപ്പോഴും ഓർത്തോണം, കർത്താവ് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ഉപയോഗിച്ചത് ഒരു മനുഷ്യനായ മോശയാണ്. ഒരൊറ്റ മനുഷ്യനായ മോശ. കഴിഞ്ഞ ദിവസം കർത്താവ് ഇടപെട്ടൊരു വെളിപ്പാട് ഇതായിരുന്നു. മോശ എന്നൊരു മനുഷ്യൻ, ആമേൻ, മോശയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് യഹോവയായ ദൈവത്തോട് മുഖാമുഖമായി സംസാരിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു അഭിക്ഷിപ്തനായിരുന്നു മോശ. എബ്രായ ലേഖനത്തിൽ മോശയെക്കുറിച്ച് പറയുന്നത്, ആമേൻ ആമേൻ ആമേൻ, കൊട്ടാരത്തിലെ സകല സുഖത്തെക്കാട്ടിലും ആമേൻ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണിയ മനുഷ്യനായിരുന്നു മോശ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ആ തലമുറയിൽ ജീവിക്കുമ്പോൾ തന്നെ മോശയ്ക്ക് ഭയങ്കര ഒരു റെവലേഷൻ, ക്രിസ്തു എന്നൊരു വെളിപ്പാട് മോശയ്ക്കുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ നിന്ന എന്താണെന്ന് മനസ്സിലാക്കാനും അത് അനുഭവിക്കാനും മോശ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ മോശ ആമേൻ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. വലിയ വാഗ്ദത്തമുള്ള മോശ ജനനത്തിങ്കൽ തന്നെ ദൈവശബ്ദത്തിനകത്ത് പിറന്നു വീണ മോശയുടെ മാതാപിതാക്കൾ വാഗ്ദത്തം കേട്ടിട്ടാണ് മോശയെ വളർത്തുന്നത്. വാഗ്ദത്തത്തോട് കൂടിയാണ് മോശ വളർന്നു വരുന്നത്. പക്ഷെ ഒരു പെർട്ടിക്കുലർ ടൈം എത്തിയപ്പോൾ ഇങ്ങനെ ആടുകളെ മേയിച്ചുകൊണ്ട് ഡെസ്റ്റിനി ഇല്ലാതെ മോശ നടക്കുകയാണ്. ഡെസ്റ്റിനി ഇല്ലാതെ മോശ നടക്കുമ്പോൾ ഒരു ദൈവശബ്ദം മോശ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച മോശ കാണുകയാണ്. പെട്ടെന്നൊരു കാഴ്ച, മുൾപടർപ്പ് കത്തുന്നു പക്ഷെ വെന്തു പോകുന്നില്ല. ഇതിനകത്ത് കയറിയവരൊക്കെ അങ്ങനെ കയറിയവരാ. ഏതൊക്കെയോ ഭാഗങ്ങളിൽ മുൾപടർപ്പ് കത്തി പക്ഷെ വെന്തു പോകാഞ്ഞത് കൊണ്ട് അങ്ങനെ ദൈവശബ്ദം കേട്ടിറങ്ങി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നു. നിന്നെ കർത്താവ് രാജ്യങ്ങൾക്ക്, ആമേൻ, പട്ടണങ്ങൾക്ക്, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങളെ നടത്താൻ ഒരു ഇടയ ശുശ്രൂഷ തരത്തക്ക നിലയിൽ കർത്താവ് നിന്നെ അധികമായി ഉപയോഗിക്കാൻ പോകുന്നു. ഒരൊറ്റ കാര്യം, കാണുന്ന കാഴ്ച വിട്ടിട്ട് പോകരുത്. അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഒരു ദാഹം. മോശയുടെ അകത്തൊരു ദാഹമുണ്ട്. ഇത് എന്തുവാ സംഭവം? തീ കത്തുന്നുണ്ട് പക്ഷെ മുൾപടർപ്പ് വെന്തു പോകുന്നില്ല. ഇത് കാണാനുള്ളൊരു വ്യഗ്രത അകത്ത് വന്നപ്പോൾ മോശ പതുക്കെ മുൾപടർപ്പിനടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ മോശ മുൾപടർപ്പിനടുത്ത് നടന്നപ്പോൾ ഒരു ദൈവശബ്ദം കേൾക്കുകയാണ്. മോശേ. കണ്ടോ, കർത്താവ് വളരെ ഗൗരവമുള്ളപ്പോഴേ 2 പ്രാവശ്യം വിളിക്കുന്നു. മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരിപ്പൂര്. സത്യത്തിൽ ആ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, മോശയ്ക്ക് വേണമായിരുന്നെങ്കിൽ ചെരുപ്പിട്ടോണ്ട് നടക്കാമായിരുന്നു, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കാമായിരുന്നു, അതല്ലെങ്കിൽ അത് പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു സിനാരിയോയെ വളരെ ലാഘവത്തോടെ കണ്ട് മാറി നടക്കാമായിരുന്നു. പക്ഷെ മോശ അങ്ങനെ ചെയ്തില്ല. മോശ വിശുദ്ധ സ്ഥലമാണെന്ന് മനസ്സിലാക്കി മോശ അത് വിശുദ്ധ സ്ഥലമാണെന്ന് മനസ്സിലാക്കി
ആമേൻ, ആ ദൈവശബ്ദത്തിന് അനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ, ആ ദൈവശബ്ദത്തിന് അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ മോശ പതുക്കെ കാലിലെ ചെരുപ്പ് ഊരിക്കളഞ്ഞു. നിങ്ങൾക്ക് കേൾക്കണോ? ആവർത്തന പുസ്തകത്തിൽ ഒരു വചനം എഴുതിയിട്ടുണ്ട്. മോശ എന്നൊരു മനുഷ്യൻ അങ്ങനെ അനുസരിച്ചത് കൊണ്ട് ആവർത്തന പുസ്തകത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു വചനം ഇതാണ്. എൻ്റെ യഹോവയായ ദൈവം അരുളി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ജനത്തിനെതിരെ ഒരു നായ് പോലും എൻ്റെ ജനത്തെ നോക്കി കുരയ്ക്കത്തില്ലെന്നാണ് എഴുതിയിരിക്കുന്നു. ഒരു നായ് പോലും എൻ്റെ ജനത്തെ നോക്കി കുരയ്ക്കത്തില്ല. നീ ദൈവശബ്ദം കേട്ടിട്ടാണ് ഒരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു നായ് പോലും കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കെതിരെ നിന്ന് കുരയ്ക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവ് സമ്മതിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ദൈവസഭയ്ക്കെതിരെ നിൽക്കുന്ന വെല്ലുവിളികളെ അടരമനഘടക ജൂഡവർത്തൽ കമാനഘടക വേദിഘടക അർത്തൽ പ്രമാണഘടക ചസി അതിൻ്റെ മേൽ കർത്താവ് ജയത്തെ കൽപ്പിക്കുകയാണ്. അടുത്തൊരു ഭാഗം ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്നത് 40 ലക്ഷം പേരുടെ 40 ലക്ഷം പേരെ കുറിച്ച് വായിക്കുന്നത്. അവരുടെ ചെരുപ്പ് തേയാൻ കർത്താവ് അനുവദിച്ചില്ല. മോശ എന്നൊരു മനുഷ്യൻ അനുസരണം കാണിച്ചതുകൊണ്ട്, ജെയിംസ് എന്നൊരു ദൈവദാസൻ അനുസരണം കാണിച്ചതുകൊണ്ട് ഈ തലമുറകളെല്ലാം ക്രിസ്തുവിൽ സജ്ജരാകാൻ കർത്താവിനോട് പറയുന്നു. അനുസരണം കാണിച്ചതുകൊണ്ട് ജെയിംസ് പാസ്റ്ററെ യോഗ്യത നോക്കാതെ അടരാ ധലമന ഘടകം ജുഡബർത്തലം വേദി ഘടകം ഇല്ലായ്മയുടെ സമയത്തിലും സമൃദ്ധിയോടെ ഞാൻ നിന്നെ നടത്തിയ ദൈവമാണ്. അടരാ ധലമന ഘടകം എൻ്റെ വാക്കിന് വില കൊടുത്തത് കൊണ്ട്, എൻ്റെ വാക്കിനനുസരിച്ച് സ്റ്റെപ്പ് വെച്ചത് കൊണ്ട് അനേകർക്ക് ചെയ്യാൻ കഴിയാത്തത് നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചു. ഇനിയും ധാരാളം ചെയ്യാനിരിക്കുന്നു. ഉടരാ ധലമന ഘടകം വേദി ഘടകം അർത്തലം വാർത്തൽ മായിൻ മഹാഷ്മർ തേരി ആൽമഹസ്മ തേരി റബനക ബദല ഘടകം ജുഡബർത്തൽ കമന ഘടകം. എനിക്കറിയത്തില്ല, കർത്താവിനെ നടത്തുന്ന പോലെ ഞാൻ ശുശ്രൂഷിക്കുന്നു. മോശ എന്നൊരു മനുഷ്യൻ അനുസരണം കാണിച്ചതുകൊണ്ട് 40 ലക്ഷം പേരുടെ ചെരുപ്പിൻ്റെ ചെരുപ്പ് തേയാൻ കർത്താവ് അനുവദിച്ചില്ല. നീ ഒരാൾ അനുസരണം കാണിച്ചാൽ, കമോൺ somebody say hallelujah. നീ ഒരാൾ അനുസരണം കാണിച്ചാൽ, നീ ഒരാൾ ദൈവശബ്ദത്തിന് വില കൊടുത്താൽ, നിന്റെ കുടുംബത്തിലെ ഒരെണ്ണവും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകാതെ എല്ലാവരെയും ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ശക്തനാണ്. പ്രാർത്ഥിക്ക. കർത്താവിനോട് പറയുന്നു, നിന്റെ ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നീ കുറയ്ക്കരുത്. ഈ ദിവസങ്ങളിൽ അധികം പ്രാർത്ഥിക്കുക. നീ നേടാൻ പോകുന്നു. നിന്റെ പ്രാർത്ഥനാ ലിസ്റ്റിലെ പേരുകളെ നീ നേടാൻ പോകുന്നു. അതിനുള്ള കൃപ പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ നിനക്ക് നൽകി തരാൻ പോകുന്നു. നാളുകളായി വിഘടിച്ചു നിൽക്കുന്ന ചിലതിനെ നിന്റെ കൂടെ അതേ പായിൽ ഇരുത്തി ആരാധിപ്പിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകുന്നു, അവൻ അതിനെ നിവർത്തിക്കും. Come on, somebody say hallelujah. I feel the presence of God in the studio. Ruthalamaka shandelerele kandelerele me kondelerebe urabanagar theri managadagam cyber thalamanagadagam judabar thanaderam albana rabanagabargadagam. നീ ഒരാൾ അനുസരണം കാണിച്ചാൽ നിന്റെ കുടുംബത്തിലെ ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ എല്ലാവരും കർത്താവിന്റെ വേലയിൽ തികഞ്ഞു വരുന്നത് നീ കാണാൻ പോകുന്നു. അത് അനുഭവിച്ചറിയാൻ പോകുന്നു. അത് രുചിച്ചറിയാൻ പോകുന്നു. അതിന്റെ മേഖലകൾ നിനക്ക് മീതെ പരിശുദ്ധാത്മാവ് തുറന്നു തരുന്നല്ലോ. നീ ഒരാൾ അനുസരണം കാണിച്ചതുകൊണ്ട്, ഒരാൾ അനുസരണം കാണിച്ചതുകൊണ്ട് ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ എല്ലാവരും ക്രിസ്തുവിൽ ഉറച്ചതുപോലെ തീരുമാനമെടുക്കാവോ? ഇപ്പോൾ ഈ സമയത്ത് തീരുമാനമെടുക്കുക. കർത്താവേ, ഞാൻ എൻ്റെ ഒരു കുറവ് കൊണ്ട് എൻ്റെ സഹോദരൻ ഈ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ വരാതിരിക്കരുത്, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വരാതിരിക്കരുത്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ സകലത്തെയും നിന്റെ കൂടെ നീ ഇരിക്കുന്ന പായയിൽ ഇരുത്തി ആരാധിപ്പിക്കാൻ, നിന്റെ കൂടെ അന്യഭാഷയിൽ ആരാധിക്കാൻ ചിലരെ കർത്താവ് കൂട്ടിന് തന്ന് മാനിക്കാൻ പോകുന്നു. കൂട്ടിന് തന്ന് മാനിക്കാൻ പോകുന്നു. ഡോക്ടർ ജേക്കബ് എന്ന പേര് എഴുതിയിരിക്കുന്ന സിസ്റ്റർ റാസത്തൽ ബന സിയാൻ തല ദരകമനഘടക, നിന്നെ കർത്താവിൻ്റെ സൗമ്യത കൊണ്ട് ആത്മാക്കളെ നേടുന്ന ഒരു ശുശ്രൂഷ കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അടരാ ധലമനഘടകം, സൗമ്യത കൊണ്ട് ആത്മാക്കളെ നേടുന്ന സോൾസ് വിന്നിങ് അനോയിന്റിങ്ങിനെ, ഗോസ്പൽ ഷെയർ ചെയ്യുന്ന ഒരു പ്രത്യേക അനോയിന്റിങ്ങിനെ പ്രാപിച്ചു കൊള്ളുക. അതെല്ലാം
എല്ലാവർക്കും അങ്ങനത്തെ ഒരു അനോയിന്റിങ് ഇല്ല. റാമാനാഗാദി ഇറ്റ്സ് വെരി സ്പെഷ്യൽ. വളരെ സ്പെഷ്യലായി നിന്നുകൊണ്ട് അനേകരോട്, മുറിഞ്ഞവരോട്, മുറിവേറ്റവരോട്, വേദനിച്ചു നിൽക്കുന്ന പലരെയും ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിക്കുന്ന റാബാനഗം ലേബർത്തൽ മന ധൃതിമിനിയ ലെബർധോരി മനഗബച്ചസി അടബർത്തൽ കമാന ഘടക ദുരമൽ കമന ഘടകം ധന ഘടകം ശമനം ഘടകം അനേകരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ശുശ്രൂഷ പ്രാപിച്ചുകൊള്ളുക. അതിനുവേണ്ടി തയ്യാറായിക്കൊള്ളുക. റഗനബദര ഘടകം അലകാദര ഘടകം അധലഗതിരി ഘടകം അലമന ഘടകം ചുടബർത്തൽ മനഘടകച്ചസിയാർത്ഥനം ധേരപ്രഭാലഗമനം ശാലബാനഗബദര ഘടകം. കർത്താവിൻ്റെ ദാസിയോട് ദൈവാലോചന ഇടപെടുന്നു. ഇഫ് യു ആർ റെഡി ടു ടേക്ക് എ സ്റ്റെപ്പ് ഫോർവേഡ്, നിങ്ങൾ ഒരു കാൽ ചുവട് മുന്നിലേക്ക് എടുക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറും. അടരാ ധലമന ഘടകം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറും. നിങ്ങളുടെ ചുറ്റുപാടുകളുടെ പോലും സ്ഥിതികൾ മാറ്റുന്ന തീരുമാനങ്ങൾ എടുക്കാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ നിന്നെ ഉപയോഗിക്കും. ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവശബ്ദത്തിനനുസരിച്ച്, മനുഷ്യൻ്റെ ഫോഴ്സിങ്ങിലല്ല, ദൈവശബ്ദത്തിനനുസരിച്ച് സ്റ്റെപ്പ് ചെയ്യാൻ തീരുമാനമെടുക്കട്ടെ. അങ്ങനാണെങ്കിൽ ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ നിന്റെ പ്രാർത്ഥനാ ലിസ്റ്റിലുള്ളവരെല്ലാം നിന്റെ കൂടെ, നിന്നോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ച ദൈവമക്കളെ, ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിനകത്ത് നിങ്ങൾക്കൊരു മനുഷ്യനെ കാണാം, പരാക്രമശാലിയായ ഗിദെയോൻ പോരിടുന്നത് ഒരു വലിയ പൈശാചിക മണ്ഡലത്തോടാണ്, ഒരു വലിയ മാനുഷിക ശക്തിയോടാണ് ഗിദെയോൻ പോരാടുന്ന സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നത്, ഗിദെയോൻ മിദ്യാന്യരെ തോൽപ്പിക്കുന്ന കോണ്ടെക്സ്റ്റാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാമത്തെ അധ്യായം. എനിക്ക് അതിനകത്ത് വളരെ ശ്രദ്ധേയമായി തോന്നിയൊരു കാര്യം, വളരെ ശ്രദ്ധേയമായി കർത്താവ് എന്നെ അതിനകത്ത് പഠിപ്പിച്ചൊരു കാര്യം, എപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ ദൈവം തരുന്ന കണക്ഷൻസിനായിട്ട് കർത്താവിന് നന്ദി പറയണം. ഒരാമയും പറഞ്ഞ കർത്താവിന്, ദിസ് ഈസ് വെരി ഡീപ്പ്. ഓൾവേസ് വാല്യൂ ഡിവൈൻ റിലേഷൻഷിപ്സ്. ദൈവം തരുന്ന റിലേഷൻഷിപ്പുകളെ കീപ്പ് ചെയ്യാൻ ദൈവമക്കൾ പഠിക്കണം. ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം വിശ്വാസത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സ്നേഹം ഉണ്ടാകും. ഒത്തിരി റിലേഷൻഷിപ്പുകൾ, നമ്മൾ ഒത്തിരി ഫ്രണ്ട്ഷിപ്പുകൾക്കകത്ത് കർത്താവ് നമ്മളെ വളർത്തും. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ചിലർ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂടെ നമ്മൾ വളരുന്നതനുസരിച്ച്, നമ്മുടെ സ്പിരിറ്റ് റെലം ചാർജ് ആകുന്നതനുസരിച്ച് വളരും. പക്ഷെ ചിലരങ്ങനെ വളരത്തില്ല. നിങ്ങൾ എത്ര കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അവർ നിങ്ങളുടെ തീയെ അണയ്ക്കും. അങ്ങനെയുള്ളവരുമായിട്ട് ദൈവമക്കൾ കൂടരുത്. ഇത് വളരെ കോർ ഗ്രൂപ്പിനോട് പറയുന്നൊരു ഒരു മെസ്സേജാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരിക്കലും ചിന്തിക്കരുത് ഒരു ബറ്റാലിയൻ ആൾ അതെല്ലാം കർത്താവ് നിങ്ങൾക്ക് തരും, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഒരിക്കലും ചിന്തിക്കരുത് കർത്താവിന് ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ വിടുതൽ കൊണ്ടുവരാൻ ഒക്കത്തുള്ളൂ, ഒരു കൂട്ടം ആളുകൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കുടുംബത്തെ വിടുതലിലേക്ക് നടത്താൻ കർത്താവിന് കഴിയത്തുള്ളെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കരുത്, മണ്ടത്തരമാണ്. അങ്ങനെ ചിന്തിക്കരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരാളുടെ ആരാധനയായിരിക്കും നിങ്ങളുടെ കുടുംബം മുഴുവൻ പിടിച്ചു നിൽക്കുന്നത്. നിങ്ങളുടെ ഒരാളുടെ പ്രാർത്ഥനയായിരിക്കും, മധ്യസ്ഥതയായിരിക്കും ഒരു കുടുംബത്തെ, ഞാൻ അല്പം കൂടെ ആഴത്തിൽ പറയട്ടെ, ഒരു ദേശത്തെ പിടിച്ചു നിർത്തും. അപ്പോൾ ഈ മിദ്യാന്യരെ തോൽപ്പിക്കുന്ന ടൈമായപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. മിദ്യാന്യരെ തോൽപ്പിക്കുന്ന സമയമായപ്പോൾ ഗിദെയോന്റെ കൂടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. ആളുകൾ ഉള്ളതല്ല കർത്താവിൻ്റെ വിഷയം, ആളുകൾ എന്ത് ആറ്റിറ്റ്യൂഡിൽ വരുന്നു എന്നുള്ളതാണ് കർത്താവിൻ്റെ വിഷയം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന്, യേശു കർത്താവിൻ്റെ യേശു കർത്താവ് ഇങ്ങനെ അത്ഭുതം കാണിക്കും. ഈ അത്ഭുതം കാണാൻ വേണ്ടി വരുന്നൊരു ടീമുണ്ട്. രണ്ടാമത്, യേശു കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു ടീമുണ്ട്. രാമൻ പറയാമോ? ഹല്ലേലൂയ. എപ്പോഴും യേശു കർത്താവിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഒരു ക്രൂസൈഡ് വെച്ചാൽ, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ഒരു ക്രൂസൈഡ് ഉണ്ടെങ്കിൽ, ഒരു മിനിസ്ട്രി ഉണ്ടെങ്കിൽ, യേശു കർത്താവിനെ കാണാൻ തിക്കും തിരക്കും കൊണ്ട് ഓടി വരുന്നവരുണ്ട്. പക്ഷെ മറു സൈഡിൽ യേശു കർത്താവ് ക്രൂസൈഡിന് പോയാലും യേശു കർത്താവ് കൺവെൻഷനിൽ ഇല്ലെങ്കിലും എപ്പോഴും യേശു കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നാണെന്നറിയാമോ? നിങ്ങൾ എങ്ങനെ നടന്നാലും,
നിങ്ങൾ ഈ വലിയ പുരുഷാരത്തിൻ്റെ കൂട്ടത്തിലുള്ളവരാണെങ്കിലും 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ളതാണെങ്കിലും അല്ല, ഈ 3 പേരുള്ള കോർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഏതാ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ആ കോർ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നാലും കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ആശ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങളെത്തണം. ഫേവറിനകത്ത് ഒതുങ്ങരുത്, നിങ്ങളുടെ ഡെസ്റ്റിനിക്കകത്ത് നിങ്ങളെത്തണം. ഡെസ്റ്റിനിക്കകത്ത് നിങ്ങളെത്തണം. ഈ ഡെസ്റ്റിനിക്കകത്ത് എത്താൻ, വാവ്, ദിസ് ഈസ് സോ പവർഫുൾ. ഈ ഡെസ്റ്റിനിക്കകത്ത് നിങ്ങളെത്താൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില വാല്യുബിളായ ആൾക്കാരുണ്ട്, വളരെ വാല്യുബിളായ ആൾക്കാർ. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഗീതയോൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ വരും. കർത്താവ് എന്നെ മറ്റൊരു ഡിറക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു ദൈവാലോചന പറയാൻ പുഷ് വരുന്നു, ഭയങ്കര നിയോഗം വരുന്നു. നിങ്ങൾക്കറിയാമോ, ശൗലെന്ന് പറയുന്ന വ്യക്തി ഒറ്റയടിക്ക് രാജാവായ ആളല്ല. ദാവീദ് എന്ന് പറഞ്ഞ വ്യക്തി ഒറ്റയടിക്ക് രാജാവായ ആളല്ല. ശൗലെന്ന് പറയുന്ന മനുഷ്യനെ രാജകീയ അഭിഷേകത്തിലേക്ക് നടത്താൻ ദൈവം പുറകിൽ ഉപയോഗിച്ചൊരു മനുഷ്യനാണ് ശമൂവേൽ. എത്ര പേര് ആമേൻ പറയും? ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയെ രാജകീയ അഭിഷേകത്തിലേക്കും ഡേവിഡിൻ്റെ യഥാർത്ഥ കോളിങ്ങിലേക്ക് നടത്തപ്പെടാൻ ദൈവം ഉപയോഗിച്ച വ്യക്തിയായിരുന്നു പ്രവാചകനായ ശമൂവേൽ. കർത്താവ് കഴിഞ്ഞ ദിവസം എന്നോട് ഇടപെട്ടു. ഈ എൻഡ് ടൈം റിവൈവലിൽ അന്ത്യകാലത്ത് അപ്പൻ്റെ ഹൃദയമുള്ള നിയോഗങ്ങളിലേക്ക് തള്ളിവിടുന്ന ശമൂവേലുമാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ആ പട്ടികയിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസിനെ കർത്താവ് നിർത്താൻ പോകുന്നു. നിയോഗങ്ങളിലേക്ക് ശൗലുമാരെ തള്ളിവിടുന്ന ഒരു ശമൂവേലാക്കി, നിയോഗങ്ങളിലേക്ക് ദാവീദുമാരെ തള്ളിവിടുന്ന അന്ത്യകാലത്തെ പ്രവചന ശബ്ദമാക്കി, നിയോഗങ്ങളിലേക്ക് തള്ളിവിടുന്ന അപ്പന്റെ ഹൃദയം ക്യാരി ചെയ്യുന്ന ശമൂവേലാക്കി കർത്താവിൻ്റെ ദാസനെ കർത്താവ് നിർത്താൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ അസൂയയില്ലാതെ ആമേൻ പറഞ്ഞ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കും? അനേകരെ നിയോഗങ്ങളിലേക്ക് തള്ളിവിടുന്ന, ഡെസ്റ്റിനിയിലേക്ക് തള്ളിവിടുന്ന അനേകർ മാറി നിൽക്കുമ്പോൾ, എനിക്ക് പ്രായമായില്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് നീളമില്ല, എന്നെ കാണാൻ കൊള്ളത്തില്ല, എനിക്ക് സംസാരിക്കാൻ അറിയോ, കർത്താവ് ശക്തമായി ഇടപെടുന്നല്ലോ, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് വാശി പിടിക്കുന്ന ചിലതിനെ നോ നോ എന്ന് പറഞ്ഞ് അവരുടെ അഭിഷേകത്തിലേക്ക്, അവരുടെ ഡെസ്റ്റിനിയിലേക്ക് അവരെ തള്ളിവിടുന്ന ഒരു ശമൂവേലാക്കി അന്ത്യകാലത്ത് നിർത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ അതിനെ പ്രാപിച്ചുകൊള്ളുക. എല്ലാവർക്കും ദാവീദാകണം, എല്ലാവർക്കും ശൗലാകണം. പക്ഷെ ഈ ശൗലും ദാവീദും ആകാൻ പുറകിൽ തള്ളിവിട്ടൊരു ശമൂവേലുണ്ടെന്നറിയാമോ? കർത്താവ് നോക്കുന്നു, കർത്താവ് നോക്കുന്നു. ശമൂവേലുമാരുണ്ടോ? ശമൂവേലുമാരുണ്ടോ? ഓ ഗോഡ്, എല്ലാവർക്കും എല്ലാം ആകണം. കർത്താവ് അന്വേഷിക്കുന്നു. നിയോഗങ്ങളിലേക്ക് നിന്നെ തള്ളിവിടുന്ന ഒരു ശമൂവേൽ നിന്റെ പുറകിലുണ്ടോ? അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാവോ? കർത്താവേ, എന്നെ അങ്ങനെ ആക്കണേ, എന്നെ അങ്ങനെ ആക്കണേ. അനേകരുടെ അകത്ത് തീ കോരിയിടാൻ കർത്താവിനെ ഉപയോഗിക്കണേ. ഈ മിനിസ്ട്രിയെ കർത്താവ് അതിനായിട്ട് ഉപയോഗിക്കും, അങ്ങനെ ഉപയോഗിക്കും. കർത്താവിനോട് പറയുന്നു, അനേകരെ അവരുടെ ഡെസ്റ്റിനിയിലേക്ക് തള്ളിവിടാൻ കർത്താവ് ഈ മിനിസ്ട്രി ഉപയോഗിക്കും, കർത്താവ് ഈ മിനിസ്ട്രി ഉപയോഗിക്കും. കർത്താവ് അങ്ങനെ ചെയ്യാമോ? അനേകരെ അവരുടെ ഡെസ്റ്റിനിയിലേക്ക് തള്ളിവിടാം. അനേകരെ എന്നെ കൊണ്ട് പറ്റത്തില്ല അച്ഛാ, എനിക്ക് പറ്റത്തില്ല, എനിക്കതിനുള്ള കഴിവൊന്നുമില്ല, എനിക്കതിനുള്ള വാക്സാമർഥ്യമില്ല എന്ന് പറഞ്ഞ് ബാക്കിലേക്ക് മാറി നിൽക്കുന്ന ചിലതിനെ, അല്ല മോനെ അല്ല, പ്രാർത്ഥനാമുറിയിൽ പായയിൽ മുട്ടുമടക്കിയിരുന്ന് കർത്താവേ അവനെ സന്ദർശിക്കണമേ, അവൻ്റെ വായിൽ വാക്കിനെ കൊടുക്കണേ. അങ്ങനെയുള്ള അപ്പന്മാരെ, അങ്ങനെയുള്ള ശമൂവേലുമാരെ
കർത്താവ് ഈ തലമുറയിൽ എഴുന്നേൽപ്പിക്കുകയാണ്. ഏലി പുരോഹിതൻ കേൾക്കാത്ത ദൈവശബ്ദം കേൾക്കുന്ന ശമൂവേൽ പ്രവാചകന്മാരെ, വർഷങ്ങൾ കൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഏലിമാർക്ക് കേൾക്കാത്തത് കേൾക്കുന്ന ശമൂവേലുമാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. ആ ശമൂവേൽ ഞാനാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ ആമേൻ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചാട്ട്. യെസ് പാസ്റ്റർ, കർത്താവ് സമയം തരുന്നതനുസരിച്ച് ഇതിനകത്ത് അനേകരെ നിയോഗങ്ങളിലേക്ക് തള്ളിവിടാൻ, മുറിവേറ്റ അനേകരെ ശുശ്രൂഷയിൽ നിന്ന് എനിക്ക് പറ്റത്തില്ല അച്ഛാ, എന്നെ കൊണ്ട് ഒക്കത്തില്ല, ഞാൻ അങ്ങനെ തന്നെ കാണുന്നു, എനിക്ക് പറ്റത്തില്ല, നോ 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 എന്നെ കൊണ്ട് ഒക്കത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ചിലതിനെ, അല്ല മോനെ അല്ല, നിന്നെ വിളിച്ചിരിക്കുന്ന വിളി ഇതാണ് എന്ന് പറഞ്ഞ് റൈറ്റായിട്ടുള്ള കോളിങ്ങിനകത്ത് ഇങ്ങനെ തള്ളിവിടുന്ന ഒരു ശമൂവേലാക്കി കർത്താവിൻ്റെ ദാസനെ നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ പോകും. യെസ്, മാർക്ക് മൈ വേർഡ്സ് ഡൗൺ, യു വിൽ ബി എൻ എൻഡ് ടൈം സാമുവേൽ. നിങ്ങളൊരു അന്ത്യകാലത്തെ ശമൂവേലായി കർത്താവ് നിങ്ങളെ നിർത്താൻ പോകും. ഹല്ലേലൂയ. എത്ര പേര് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? എനിക്കൊന്ന് കര ഉയർത്തി എന്നെ കേൾക്കുകയല്ല, കർത്താവ് കേൾക്കുക. കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, എന്നെ കേൾക്കുകയല്ല, കർത്താവ് കേൾക്കുക. അന്ത്യകാലത്തെ ശമൂവേലാക്കി. അതൊരു അഭിഷേകമാട്ടോ. അങ്ങനെ ഉണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങളെ വേറൊരു ലെവലിലേക്ക് കർത്താവ് ഷിഫ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ശൗൽ ഇങ്ങനെ വരുന്നത്, അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ശൗലിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ശമൂവേലിൻ്റെ പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. ശൗൽ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നവനാണെന്ന്. ശൗൽ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നവനാണ്. പക്ഷേ ശൗൽ അപ്പൻ്റെ കഴുതകളെ തിരക്കിപ്പോയി ദർശകന്റെ വീട്ടിൽ, അതായത് ശമൂവേലിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഒരു ചോദ്യം, അവിടെ ഒരു ഫ്രേസ് വളരെ പ്രസക്തമാണ്, മലയാളം കമ്മ്യൂണിറ്റി വളരെ പ്രസക്തമാണ്. ശൗലുമുണ്ടോ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്ന ആ ഒരു പേര് മാറ്റി ഒറ്റ അടിക്ക് അടുത്ത ഷിഫ്റ്റിലേക്ക് ശൗലിനെ പുഷ് ചെയ്തൊരു ശമൂവേലാകാൻ നീ തയ്യാറാണോ? ഹല്ലേലൂയ. വാവ് വാവ് വാവ്. ഓ, ദിസ് ഈസ് സോ ഡീപ്പ്. അങ്ങനെയൊക്കെ അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് എൻ ടൈമിൽ വളരെ കുറവാണ്. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ളവരെയാണ്. ശൗലായിക്കോ, ദാവീദ് ആയിക്കോ, ആകണമാർ പറഞ്ഞില്ലല്ലോ. പക്ഷെ അവരെ ആക്കാൻ ശമൂവേൽമാർ വേണ്ടേ? ദാവീദ് എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചാൽ നാഥാൻ പ്രവാചകൻ ദൈവശബ്ദം കേട്ട് പോയി പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള നാഥാൻ പ്രവാചകന്മാര് ഇന്ത്യൻ സഭയിൽ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും, പഠിക്ക്, കൺമണി പോലെ കാക്കും. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. യേശു എന്നടിസ്ഥാനം, ആശയവാനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. തൻ മണവാട്ടി ആക്കിയിടുമെന്നെ എന്ന് വെക്കം തൻ മണവാട്ടി ആക്കിയിടുമെന്നെ എന്ന് വാക്കുണ്ടെനിക്ക്
തൻ്റെ നീക്കമില്ലാതിനൊട്ടും വാക്കുണ്ടെനിക്കു തൻ്റെ നീക്കമില്ലാതിനൊട്ടും. അവസാനമായി യേശു എന്നടിസ്ഥാനം ആശയവാനിൽ. ഈ സാന്നിധ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുക. യേശു എന്നടിസ്ഥാനം ആശയവാനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ട് ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഭയങ്കര ദൈവസാന്നിധ്യം, ഭയങ്കര കർത്താവ് ആരെയൊക്കെയോ സ്പർശിക്കുന്നു. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ നടുവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഭയങ്കര ഷിഫ്റ്റുകൾ സംഭവിക്കും. യെസ്, അങ്ങനെ അന്ത്യകാലത്തെ ശമൂവേലുമാരെ കർത്താവ് അന്വേഷിക്കുകയാണ്. ഇതിനകത്ത് കർത്താവ് അങ്ങനെയുള്ള ശമൂവേലുമാരെ തിരഞ്ഞു പിടിച്ചു വേർതിരിക്കുന്നു. അനേകരെ അഭിഷേകത്തിലേക്ക് നടത്തുന്ന ശമൂവേലുമാരെ കർത്താവ് ഈ തലമുറയിൽ തിരയുകയാണ്. കർത്താവിനെല്ലാം മഹത്വം. അപ്പോ ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാമത്തെ അധ്യായം, അതിനകത്ത് നമ്മൾ പിന്നെ മടങ്ങി വന്നു. അപ്പോൾ ഗിദെയോന്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഓക്കെ, ഒരു ഭയങ്കര കൗണ്ടിനുള്ള ആൾക്കാർ ഗിദെയോന്റെ കയ്യിലുണ്ട്, ഗിദെയോന്റെ കൂടെയുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചേ, 7-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം ഒന്ന് വായിച്ചോണേ. ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. 7-ാം ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം. യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകുക. കർത്താവ് നോക്കിയപ്പോൾ മിദ്യാന്യരെ തോൽപ്പിക്കണമെങ്കിൽ സത്യത്തിൽ ഇത്രയും പേരുടെ ആവശ്യമില്ല. കർത്താവിന് അല്പം കൊണ്ടും അധികം കൊണ്ടും ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. പക്ഷെ കർത്താവ് ടെസ്റ്റ് ചെയ്യുന്നത് ആളിൻ്റെ കൗണ്ടിനെയല്ല, ഉള്ളവരുടെ ആറ്റിറ്റ്യൂഡിനെ കർത്താവ് ശ്രദ്ധിക്കുന്നത്. Come on, somebody say hallelujah. കർത്താവ് ശ്രദ്ധിക്കുന്നത് ഒരു 100-150 പേര് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതല്ല. 150 പേര് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും 10 നല്ല ദാഹമുള്ള നല്ല തീയുള്ള കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ പൊന്ന് ദൈവമക്കളെ, ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നിങ്ങളുടെ പട്ടണം കർത്താവ് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കും. നിങ്ങളുടെ സഭ അസാധാരണമായ നിലയിലേക്ക് ഉയർത്തപ്പെടും. അനേകർക്ക് വർഷങ്ങളായി ചെയ്യാൻ കഴിയാത്തത് ചുരുങ്ങിയ പീരീഡിനകത്ത് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. 100% ഉപയോഗിക്കും. 100% ഉപയോഗിക്കും. അപ്പോൾ യഹോവയായ ദൈവം ഗിദെയോനോട് പറയുകയാണ്, ജനം വളരെ ആകുന്നു. ഇപ്പം എന്നാ ചെയ്യും? ജനം വളരെയാണ്. അപ്പം കർത്താവോടെ ടെസ്റ്റ് അടിക്കാൻ അല്ലെങ്കിൽ ജനത്തെ സോർട്ട് ഔട്ട് ചെയ്യാൻ ചെയ്ത മെത്തേഡ് എന്താണെന്നറിയാമോ? കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇവരെ എല്ലാം വിളിച്ചോണ്ട് വെള്ളത്തിലോട്ട് കൊണ്ടുപോകും. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇവിടാണ് എൻഡ് ടൈം റിവൈവലിൻ്റെ വേർതിരിവുകൾ ഉണ്ടാകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഈ സീസണിൽ, എസ്പെഷ്യലി ഈ കോവിഡ് സീസണിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു എൻഡ് ടൈം റിവൈവലിൽ നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവസഭയെ നോക്കി ദൈവാലോചന ഇടപെടുന്നു. നെല്ലും പതിരും തമ്മിൽ, വീറ്റും ചാഫും തമ്മിൽ തിരിയുന്നൊരു സീസണിലാണ് ഞാൻ നിങ്ങൾ വന്നു നിൽക്കുന്നത്. ആ സീസണിനകത്ത് ലെഫ്റ്റ് ഔട്ടായി പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ വെള്ളത്തിനടുത്തേക്ക് പോകാൻ തയ്യാറാകണം. ഇനി വെള്ളത്തിനടുത്ത് ചെന്നാൽ എന്നാ ചെയ്യണം? വായിക്കാം, വാക്യം 5. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെയൊക്കെ വേറെയും കുടിക്കുവാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. ഇതിനകത്ത് രണ്ട് കാറ്റഗോറിക്കലായി ഒരു ഡിവിഷൻ വെളിപ്പെടുകയാണ്. ഗിദെയോൻ 2 സോർട്ട് ഔട്ട് ചെയ്യുകയാണ്.
ഈ മീഡിയ കൈകാര്യം ചെയ്യുന്ന ബ്രദർ അല്ലെങ്കിൽ അവൻ്റെ സഹോദര, ഇഫ് യു വുഡന്റ് മൈൻഡ്, can you just put that ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം ഒന്ന് സ്ക്രീനിൽ ഇടാൻ പറ്റുമോ? സോ ദാറ്റ് എവരിബഡി ക്യാൻ സീ ദാറ്റ്. ഇടാൻ പറ്റുമെങ്കിൽ, അതർവൈസ് ദാറ്റ്സ് ഓക്കെ, ഞാൻ വായിക്കാം. ഭയങ്കര ഒരു മർമ്മം കൈമാറാണ്. Thank you for muting that. Thank you so much. അടിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയരെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയരെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാൻ. Thank you so much, brother. Let's go to the Bible verse. സ്തോത്രം. എത്ര പേര് ആ സാന്നിധ്യം തിരിച്ചറിയുന്നു? ഒരാമയും പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ലവ് യു ഓൾ. ആമേൻ. സ്തോത്രം. അപ്പം ശ്രദ്ധിച്ചേ ഈ വാക്യം. I want everybody to pay your attention to this verse. This is very powerful. ഈ 7-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. അങ്ങനെ അവൻ ജനത്തെ, അതായത് ഗിദെയോൻ ജനത്തെ വെള്ളത്തിങ്കലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെ ഒക്കെയും വേറെയും, കുടിക്കുവാൻ മുട്ടുകുത്തി കുനിയുന്നവരെ ഒക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. ഇനി വാക്യം 6-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. കൈ വായ്ക്ക് വെച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിക്കുവാൻ മുട്ടുകുത്തി കുനിഞ്ഞു നിന്നു. യഹോവ ഗിദെയോനോട്, വാക്യം 7, യഹോവ ഗിദെയോനോട്, നക്കിക്കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താങ്കളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. ഈ ഭാഗത്ത് 2 തരം ആൾക്കാരെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കർത്താവ് ഗിദെയോനോട് പറഞ്ഞു, എനിക്ക് ഇത്രയും പേരെ വേണ്ട. ഇതിനകത്ത് ഒരു ചെറിയ ഒരു സെപ്പറേഷൻ വരുത്തണം. ഈ കൗണ്ടിനകത്ത് എനിക്കൊരു സെപ്പറേഷൻ വരുത്തണം. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. 2 തരം ആൾക്കാരെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒന്ന്, ബൈബിൾ ഭാഷയിൽ നായി നക്കി കുടിക്കും പോലെ വെള്ളത്തിനകത്ത് വെള്ളമെടുത്ത് വളരെ ആവലോടെ അതിനെ കുടിക്കുന്ന ഒരു കൂട്ടരും, മറു സൈഡിൽ കുടിക്കാൻ വേണ്ടി മുട്ടുകുത്തി കുനിഞ്ഞു നിൽക്കുന്നവരെ. അങ്ങനെ 2 പേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കർത്താവ് ആരെയാ ഉപയോഗിച്ചതെന്നറിയാമോ? ഈ വെള്ളം ഉണ്ടല്ലോ, കൈക്കകത്ത് എടുത്ത് ഒരു നായി നക്കി കുടിക്കുന്നത് പോലെ ആവേശത്തോടെ ദാഹത്തോടെ ആരാണോ അതിനെ കുടിച്ചത്, ആ വെള്ളത്തെ കുടിച്ചത്, കർത്താവ് പറഞ്ഞു അവര് മുഖേനയാണ് മിദ്യാന്യരെ തോൽപ്പിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എത്ര പേർക്ക് ഈ വെളിപ്പാടിൻ്റെ ആഴം മനസ്സിലാകുന്നുണ്ട്? ഒത്തിരി പേര് മുട്ടുകുത്തി നിൽക്കുന്നുണ്ട് പാസ്റ്ററെ. ധാരാളം ആളുകൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. പക്ഷേ ദാഹത്തോടെ അതിനെ കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് മിദ്യാന്യരെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഞാൻ യേശുവിൻ നാമത്തിൽ ഇന്ത്യൻ സഭയ്ക്കകത്ത് പ്രൗഢിയാംബരം വേദിഘടക വർധന ഘടക എത്ര ശ്രമിച്ചാലും കുനിഞ്ഞു നിൽക്കുന്നവരെ അല്ല, ആവേശത്തോടെ നക്കി കുടിക്കുന്ന, ആത്മാവിന്റെ നദിയിൽ നിന്ന് കോരി കുടിക്കുന്ന ചിലരെ കർത്താവ് ഈ ഉണർവിൽ ശേഷിപ്പിക്കാൻ പോകുന്നു. അങ്ങനത്തെ ഒരു ശേഷിപ്പിനെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. മുട്ടുകുത്തി നിൽക്കുന്നവരെ അല്ല,
ധാരാളം ആളുകൾ മുട്ടുകുത്തി നിൽക്കുന്നു. പക്ഷെ വെള്ളത്തിനകത്ത് കൈയിട്ട് ആ വെള്ളത്തിനകത്ത് വളരെ ആവേശത്തോടെ കൈ വായിക്ക് വെച്ച് നക്കി കുടിച്ച ആ 300 പേരെ കൊണ്ടാണ് ഈ ഗിദെയോൻ മിദ്യാന്യർക്ക് നേരെ പടപൊരുതിയത്. അടരാ ധലമന ഘടകം ആരാധിക്കാൻ സമയം കണ്ടെത്തുക. കഴിയുമെങ്കിൽ 2 കരങ്ങളെ തട്ടി ദൂതിനോട് പ്രതികരിച്ച് അടരാ ധലമന ഘടക അർത്തൽ പ്രമന ഘടകം. നഷ്ടപ്പെട്ടു പോയ ആവേശം ചിലരിലേക്ക് മടങ്ങി വരുന്നു. ആഴത്തിൽ ആത്മാവിന്റെ നക്കി കുടിക്കുന്ന ചിലരെ അതിന്റെ ഡെപ്തിനെസ്സിൽ ഇറങ്ങി ആ വെള്ളത്തെ ആവേശത്തോടെ സ്വീകരിക്കുന്ന, കൺസ്യൂം ചെയ്യുന്ന ചിലരെ പരിശുദ്ധാത്മാവ്, ദാഹമുള്ള ചിലരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. റമനഗതലഘടകം ആത്മാവിൽ അങ്ങനത്തെ മേഖല തുറന്നു വരട്ടെ. അന്യഭാഷയിൽ അല്പസമയം റുഹാന റഗനഘടകച്ചി. ആവേശം തീരാത്ത ചിലർ, പൗലോസ് പറഞ്ഞതുപോലെ കർത്താവിനെ സേവിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് സേവിക്കണം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. അങ്ങനെ ആത്മാവിൽ എരിയുന്ന ചിലരെ കർത്താവ് തേടുകയാണ്. ആത്മാവിൽ എരിവ് ചിലരിലേക്ക് മടങ്ങി വരുന്നല്ലോ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി ഇഷ്ടം. അതേ ദൈവമക്കളെ, ആത്മാവിൻ്റെ ദാരിദ്ര്യം നമ്മളിൽ വർദ്ധിച്ചു വരട്ടെ. ഒടുക്കത്തെ നാളിൽ യേശു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തെല്ലാം ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും. മുട്ടുകുത്തി നിൽക്കുന്നവരായിട്ടല്ല, വളരെ ആവേശത്തോടെ വെള്ളത്തിനകത്ത് കൈവച്ചത് വായ്ക്കകത്ത് വെച്ച് കുടിച്ച 300 പേരെ പോലെ നിങ്ങൾ ഗിദെയോന്മാരുടെ കൂടെ സ്ട്രോങ് ആയി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഒരു മിദ്യാനും നിങ്ങളുടെ നേരെ നിൽക്കാൻ ഒക്കാത്തതുപോലെ ആ ശബ്ദം ഞാൻ കേൾക്കുന്നു. ഇന്ത്യൻ സഭയിൽ പരാക്രമശാലികളായ ഗിദെയോന്മാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ പട്ടണങ്ങൾക്കകത്ത് ചലനങ്ങൾ ഉണ്ടാകുന്നു. റുഹാനഗതിരി ഘടക ആത്മമണ്ഡലത്തിൽ ഷിഫ്റ്റുകൾ സംഭവിക്കുന്നു, ചേഞ്ചുകൾ ഉണ്ടാകുന്നു. യേശുവിൻ നാമത്തിൽ നഷ്ടപ്പെട്ടു പോയ ആവേശം മടങ്ങി വരുന്നു. ഉടരമന ഘടകം, വേദി ഘടാരകർത്തീരി ഘടകം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ദാഹമുണ്ടോ? നിന്നെ കർത്താവ് നിറയ്ക്കും. കൊതിയുണ്ടോ? നിന്നെ കർത്താവ് നിറയ്ക്കും. കൊതിയുണ്ടോ? കർത്താവ് നിന്നെ നിറയ്ക്കും. അന്ത്യകാലത്ത് കൊതിയന്മാരുടെ ഒരു കൂട്ടത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ആത്മാവിൽ ജീവിക്കുന്ന കൊതിയന്മാർ. അവർക്ക് എത്ര പ്രാർത്ഥിക്കാനിരുന്നാലും അവർക്ക് കൊതി തീരത്തില്ല. എത്ര അന്യഭാഷ പറഞ്ഞാലും കൊതി തീരത്തില്ല. എത്ര ആരാധിച്ചാലും കൊതി തീരത്തില്ല. അങ്ങനെ കൊതിയന്മാരുടെ ഒരു ഭയങ്കര കൂട്ടത്തെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യൻ സഭയിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. കൊതിയേറുന്നേ അരുകിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. കൊതിയേറുന്നേ അരുകിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. ആരാധന കരങ്ങൾ ഉയർത്തി, ആരാധന കരങ്ങൾ ഉയർത്തി, ആരാധന. ഓ യേശുവിനാരാധന, ആരാധന. അപ്പാ ഞങ്ങൾക്ക് കൊതിയ കർത്താവേ, ഇത് പോരെ കർത്താവേ. അതനാ ആരാധന, ആരാധന,
കൊതിയ കർത്താവേ, ഞങ്ങൾക്ക് ആരാധിച്ചു കൊതി തീർന്നില്ല കർത്താവേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ച പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ, അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, ഓരവനേ യേശുവേ. കരങ്ങൾ ഉയർത്തി യേശുവേ, യേശുപ്പായി, യേശുവേ യേശുവേ ആരാധ്യനേ, യേശുവേ 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 ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. അപ്പാ, ഞങ്ങൾക്ക് നിന്നോട് സ്നേഹമാ കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനെ കൊതി തീരുന്നില്ല കർത്താവേ. മോശ പറഞ്ഞതുപോലെ നിന്റെ സാന്നിധ്യമില്ലാത്തടത്ത് എന്നെ അയക്കല്ലേ. എത്ര ഒറ്റപ്പെടുത്തലുകൾ വന്നാലും കൊതിയന്മാരെ കർത്താവ് അന്വേഷിക്കുകയാണ്. കൊതിയുണ്ടോ നിനക്ക്? കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, ഇനി ഉണ്ടാകാൻ പോകുന്ന ഉണർവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസിന് അറിയാം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സൂം കോൺഫറൻസിൽ ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കയറാൻ കർത്താവ് ഒരു അവസരത്തെ തന്നു. I was literally feeling the genuine presence of the Holy Spirit. എന്നതാ നടക്കുന്നത് എനിക്കറിയത്തില്ല. പാസ്റ്റർ ജെയിംസ് ഒരു രാജ്യത്തിരുന്നുകൊണ്ട് പ്രസംഗിക്കുന്നു, വേറൊരു രാജ്യത്തിരുന്നുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അതിനെക്കാട്ടിലും ദൂരെ ഒരു സ്ഥലത്ത് ഒരാളിരുന്ന് വേർഷിപ്പ് ലീഡ് ചെയ്യുന്നു, വേറൊരാൾ അതിൻ്റെ അധ്യക്ഷതയിൽ നിന്ന് അതിനെ ഹോസ്റ്റ് ചെയ്യുന്നു, മറ്റ് 500-ൽ പരം ആൾക്കാർ, എത്രയും അധികം ആൾക്കാർ ആ സാന്നിധ്യത്തെ അവരിയ്ക്കുന്ന സ്ഥലത്ത് റിസീവ് ചെയ്യുന്നു. Wow, what a marvelous end time move of the Holy Spirit. ഇതിനെ സ്വീകരിക്കാൻ, ഇതിനെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണോ? എനിക്കറിയത്തില്ല എന്നതൊക്കെയാ നടക്കുന്നേ. ഈ ഉണർവിനെ അംഗീകരിക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയ പരിശുദ്ധാത്മാവിനെ അല്ലേ നമ്മൾ കൊണ്ട് നടക്കുന്നത്? അങ്ങനെയെങ്കിൽ ഞാനിരിക്കുന്ന ഈ സ്ഥലത്ത് അതേ ആത്മസാന്നിധ്യം ഇച്ചിരി പോലും കുറയാതെ നിങ്ങൾ കാണുന്ന കേൾക്കുന്ന ഡിവൈസിലൂടെ നിങ്ങളിലേക്ക് ആ ദൈവശക്തിയുടെ വ്യാപാരം പകരാൻ കർത്താവിന് കഴിയില്ലേ? അതുകൊണ്ടല്ലേ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇതിന് അളവില്ല, ഇത് അളവറ്റതാണ്. ഇത് എവിടെ നിൽക്കുന്ന ആരെയും എങ്ങനെയും ഈ സാന്നിധ്യത്തിന്, ഈ ശക്തിക്ക് തൊടാൻ കഴിയും. ഒരൊറ്റ കാര്യം, വിശ്വസിക്കാൻ തയ്യാറാണോ? വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അവർ പുതുഭാഷകളിൽ സംസാരിക്കും. അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും.
എബ്രായ ലേഖനത്തിൽ എഴുതി, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, സർപ്പങ്ങളെ പിടിച്ചു. എന്നെ അനോയിന്റിങ് ആയത്, എന്നാ ദൈവശക്തിയുടെ വ്യാപാരമായത്. യേശുവിൻ്റെ നാമത്തിൽ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാകട്ടെ. യെസ്, ഇപ്പോൾ തന്നെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. ഇങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. നിന്റെ കാഴ്ചപ്പാടിനെ കർത്താവ് ഇലാബറേറ്റ് ചെയ്യാൻ പോകുന്നു. കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ച കർത്താവ്, വിക്കനായ മോശയെ കൊണ്ട് സംസാരിച്ച കർത്താവ്, ഇതിനകത്ത് ചിലരോട് ദൈവാലോചന ഇടപെടുന്നു. നിനക്ക് എവിടാണോ കഴിവുകേടെന്ന് നീ പറഞ്ഞത്, ആ സ്ഥലത്ത് കർത്താവ് നിന്നെ ശക്തിയോട് ഉപയോഗിക്കാൻ പോകും.